നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധരിൽ പണ്ഡിതനും പണ്ഡിതരിൽ വിശുദ്ധനുമായി അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെ വാക്കുകളാണ് ഇത്. നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കാരണമറിയാത്ത ഒരു സംഘർഷം അനുഭവിക്കുന്നുണ്ട്. കാരണമറിയാത്ത എന്തോ ഒരു പ്രതിസന്ധിയിലൂടെ മനസ്സ്, ആത്മാവ് കടന്നു പോകുന്നുണ്ട്. തത്വജ്ഞാനികളും ദൈവശാസ്ത്രജ്ഞരും അതിനെ എക്സിസ്റ്റൻഷ്യൽ ടെൻഷൻ എന്നും എക്സിസ്റ്റൻഷ്യൽ പൊളാരിറ്റി എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നു. ഈ എക്സിസ്റ്റൻഷ്യൽ ടെൻഷൻ അഥവാ എക്സിസ്റ്റൻഷ്യൽ പൊളാരിറ്റിയുടെ കാരണമാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ആ കാരണം നമുക്ക് വ്യക്തമാവുക. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിൽ നിന്ന് വന്ന നമ്മൾ ഓരോരുത്തരും ദൈവം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. സ്വർഗം എന്ന ലക്ഷ്യം കൺമുൻപിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഈ ലക്ഷ്യത്തിൽ, ദൈവമെന്ന ലക്ഷ്യത്തിൽ, സ്വർഗമെന്ന ലക്ഷ്യത്തിൽ എത്തുവോളം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ആകുലമാണ്, ഉത്കണ്ഠാകുലമാണ്. അഥവാ ആത്മാവ് ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു. ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ വിലയം പ്രാപിക്കുവോളം ഈ ഭൂമിയിൽ ഏതെല്ലാം സുഖ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചാലും, ഈ ഭൂമിയിൽ ഏതെല്ലാം വിധത്തിൽ നമ്മൾ ജീവിച്ചാലും, ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ, ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ ലയിക്കുന്നത് വരെ ആത്മാവ് അസ്വസ്ഥതയിലൂടെ, ഭാരത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, സംഘർഷത്തിലൂടെ കടന്നു പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് സാധിക്കുക? ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ഒരുവൻ്റെ മനസ്സ് ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ഒരുവൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. എന്തുമാത്രം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം മനുഷ്യൻ്റെ ആത്മാവ് സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കും. ഇതിൻ്റെ നേരെ വിപരീത വശം പറയുകയാണെങ്കിൽ, എന്തുമാത്രം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ, മനുഷ്യൻ്റെ മനസ്സ് കർത്താവിൽ നിന്ന് ദൂരെ നിൽക്കുകയാണോ, അത്രത്തോളം മനസ്സ്, ആത്മാവ് അസംതൃപ്തിയും അസന്തുഷ്ടമായ അവസ്ഥയും അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ലക്ഷ്യസ്ഥാനമായ സ്വർഗം അഥവാ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പരമാവധി സാധിക്കുക ദൈവീകമായ കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും നമ്മളായിരിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ലക്ഷ്യമായ ദൈവത്തിലേക്ക് പരമാവധി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അടുക്കുവാനും ആത്മാവും മനസ്സും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ അതിലൂടെ ഇടവരുകയും ചെയ്യും. എന്നാൽ പൂർണ്ണമായി നമ്മൾ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നായിരിക്കും. അതിന് തീർച്ചയായും മരണം എന്ന വാതിലിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. മരണത്തിനപ്പുറത്തുള്ള നിത്യമായി നീളുന്ന സ്വർഗരാജ്യത്തിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിൽ വിലയം പ്രാപിച്ച് ആത്മാവ് അതിൻ്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും എത്തിച്ചേരുക. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 105 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ തേടുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിരന്തരം ദൈവത്തെ തേടുന്നവരാണ് നമ്മളെങ്കിൽ, നിരന്തരം ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, തീർച്ചയായും ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഈ ആനന്ദത്തിൻ്റെ, സ്വർഗീയ ആനന്ദത്തിൻ്റെ മുന്നാസ്വാദനം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും. എന്നിരിക്കലും പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക്, ക്ലൈമാക്സിലേക്ക് നമ്മൾ പ്രവേശിക്കുക മരണാനന്തരം നമ്മുടെ ആത്മാവ് ദൈവത്തിൽ
വിലയം പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് സഹായിക്കുന്ന വാതിലായി, പാലമായി, പാതയായി മരണം എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിൽ, ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ ചെന്നു ചേരുവാൻ ആത്മാവിനെ സഹായിക്കുന്ന വാതിലാണ്, പാതയാണ്, പാലമാണ്, മാർഗമാണ് യഥാർത്ഥത്തിൽ മരണം. അതുകൊണ്ട് തന്നെ മരണം ഒരിക്കലും നമ്മൾ ഭയത്തോടെ, ആകുലതയോടെ, ഉത്കണ്ഠയോടെ നോക്കിക്കാണേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. പിന്നെയോ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ വരവേൽക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പൊതുവെ പറഞ്ഞാൽ മരണത്തെ നമ്മൾ ആകുലതയോടെയാണ് നോക്കി കാണാറുള്ളത്. മരണത്തെ നമ്മൾ വലിയ ഭയപ്പാടോടെയാണ് നോക്കി കാണാറുള്ളത്. അതിൻ്റെ കാരണം മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തെക്കുറിച്ച് കാര്യമായി നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൽ ചെന്ന് ചേരുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച് കാര്യമായി നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ്. സ്വർഗീയ സൗഭാഗ്യത്തെക്കുറിച്ചും നിത്യമായി നീളുന്ന ജീവിതത്തെക്കുറിച്ചും ശരിയായ ധ്യാനം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ശരിയായ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ മരണത്തെ ഭയത്തോടെ നോക്കിക്കാണേണ്ടതല്ല, പിന്നെയോ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് സാധിക്കണമെങ്കിൽ ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കേണ്ടതും ആവശ്യമാണ്. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പുസ്തകത്തിൻ്റെ ആമുഖ പേജ് പോലെ വളരെ ഹ്രസ്വമാണ്. നിത്യമായി നീളുന്ന, അനന്തമായി നീളുന്ന സ്വർഗീയ ജീവിതത്തിന് മുൻപായുള്ള ഒരു ആമുഖ പേജ് പോലെ, ഒരു വലിയ പുസ്തകത്തിന് ആമുഖ പേജ് പോലെ ഹ്രസ്വമായ ഒരു ജീവിതം മാത്രമാണ് ഭൂമിയിൽ നമ്മൾ നയിക്കുക. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന നിത്യമായ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും സ്വർഗത്തിൽ പോകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ഭൂമിയിൽ വെച്ച് തന്നെ ആത്മീയമായൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കമുള്ള അവസ്ഥയിലായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്ന വലിയൊരു സത്യമാണ്, വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത്. നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഒട്ടുമിക്കവാറും വിശുദ്ധരൊക്കെ തന്നെ മരണനിമിഷത്തിൽ സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും കൺമുൻപിൽ കണ്ടാലെന്ന പോലെ സ്വർഗം നോക്കി സന്തോഷം നിറഞ്ഞ മുഖഭാവത്തോടെ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അവരുടെ ജീവചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെയും വിശുദ്ധ ഔസേപിതാവിനെയും തിരുക്കുടുംബം മുഴുവനെയും കണ്ടുകൊണ്ട്, വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർഗീയ സൈന്യത്തെയും ഒക്കെ കണ്ടുകൊണ്ട് ആത്മനിർവൃതിയോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ ഇതാ അവർ മരണത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന അനുഭവങ്ങൾ നമുക്ക് അവരുടെ ജീവചരിത്ര പുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും മരണവുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഡൊമിനിക് സാവിയോ എന്ന വിശുദ്ധനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ഡോൺ ബോസ്കോ എന്ന വിശുദ്ധാത്മാവ്. ഡോൺ ബോസ്കോയുടെ കീഴിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയിരുന്ന ഓറട്ടറിയിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അതിലൊരാളാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഒരിക്കൽ ഡൊമിനിക് സാവിയോയും കൂടെയുള്ളവരും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോൺ ബോസ്കോ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. തങ്ങളുടെ പ്രിയ ഗുരുനാഥനെ കണ്ട് അവരെല്ലാവരും കളി നിർത്തി ഡോൺ ബോസ്കോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഡോൺ ബോസ്കോ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, മക്കളെ, ഇപ്പോൾ ലോകം അവസാനിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഇപ്പോൾ ലോകം അവസാനിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഓരോരുത്തരും ഓരോ രീതിയിൽ ആലോചിച്ച് ഉത്തരം പറഞ്ഞു. ചിലർ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഓടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും, വീട്ടിൽ ചെന്ന് അമ്മയുടെ കൂടെ ആയിരിക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ വേഗം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഉത്തരങ്ങൾ പറയുമ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞ ഉത്തരം വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ലോകം അവസാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മരണം തേടി വരികയാണെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, കാരണം ഇത് കളിസമയമാണ്. ഇങ്ങനെ ഡൊമിനിക് സാവിയോ എന്ന വിശുദ്ധാത്മാവിന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഓരോ നിമിഷവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി, ഓരോ നിമിഷവും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഓരോ നിമിഷവും ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നൊരു വ്യക്തി, കളിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ പഠിക്കുമ്പോഴും എല്ലാ സമയത്തും
കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ എപ്പോഴും ദൈവത്തോടൊപ്പം സകല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം അവസാനിക്കുകയാണെങ്കിലും ആ സമയത്തും ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആകുലതയില്ലാതെ, ഉത്കണ്ഠയില്ലാതെ പ്രത്യേകിച്ചൊരു ഒരുക്കം ആ സമയത്ത് ആവശ്യമില്ല. കാരണം സദാസമയവും സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ വിശുദ്ധാത്മാവ്. ഈ വിശുദ്ധന്റെ കാര്യം മാത്രമല്ല, സകല വിശുദ്ധരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അവർ എപ്പോഴും എപ്പോഴും നിത്യതയെ കൺമുൻപിൽ കണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് തയ്യാറെടുത്ത് ഒരുങ്ങി കാത്തിരുന്നവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി മരണത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് എപ്പോഴാണ്? ഒരുക്കമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെങ്കിൽ മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥി നല്ലപോലെ പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോൾ ഉറപ്പായും തനിക്ക് ക്ലാസ്സിൽ 1-ാം സ്ഥാനം കിട്ടുമെന്നും എല്ലാവരാലും താൻ അഭിനന്ദിക്കപ്പെടുമെന്നും അധ്യാപകരാലും സഹപാഠികളാലും തനിക്ക് അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുമെന്നും ഉറപ്പുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ റിസൾട്ട് വരുന്നത് ആകാംക്ഷയോടെ ആയിരിക്കും ആ വിദ്യാർത്ഥി കാത്തിരിക്കുക. നേരെ മറിച്ച് ഉഴപ്പി പരീക്ഷ എഴുതി ഉറപ്പായും താൻ തോൽക്കുമെന്നും കൂടെയുള്ളവരുടെ ഇടയിൽ താൻ അപമാനിതനാകുമെന്നും ഉറപ്പുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷാ റിസൾട്ട് വരുന്നത് ആകുലതയോടെ, ഭയപ്പാടോടെ അവൻ കാത്തിരിക്കും. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മരണം എന്ന യാഥാർത്ഥ്യവും. നമ്മൾ ഒരുക്കത്തിലാണ് എങ്കിൽ, സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കുന്നവരാണ് എങ്കിൽ, ആത്മീയമായ ഒരുക്കത്തിലാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തെക്കുറിച്ചോർത്ത് ആകുലപ്പെടേണ്ടതില്ല. കാരണം അതൊരു വാതിലാണ്, അതൊരു പാതയാണ്, അതൊരു പാലമാണ്, മാർഗമാണ്. സ്വർഗത്തിൽ, ലക്ഷ്യത്തിൽ, ദൈവത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞു കഥ ഓർമ്മ വരുന്നൊരു കഥ ഇങ്ങനെയാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ, ആ 2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ തമ്മിൽ സംസാരിക്കുന്നതാണ് കഥയുടെ സംഗ്രഹമായിട്ടുള്ളത്. സംസാരിക്കുന്ന ഇപ്രകാരമാണ്. 1-ാമത്തെ കുഞ്ഞ് 2-ാമത്തെ കുഞ്ഞിനോട് പറയുന്നു, കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് പുറത്തു കടക്കും, ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അന്നേരം നമുക്ക് നമ്മുടെ അമ്മയെ കാണാം, അപ്പനെ കാണാം, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് മനോഹരമായൊരു ലോകം കാണാം. പൂമ്പാറ്റകളെ കാണാം, കിളികളെ കാണാം, പക്ഷിമൃഗാദികളെ കാണാം. ഇങ്ങനെ അന്ന് വരെ ഈ കുഞ്ഞ് കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് വാ തോരാതെ 2-ാമത്തെ കുഞ്ഞിനോട്, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള കുഞ്ഞിനോട് ഈ 1-ാമത്തെ കുഞ്ഞ് ഉദരത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് പറയുകയാണ്. അന്നേരം ഈ 2-ാമത്തെ കുഞ്ഞ് വളരെ നീരസത്തോടെ, പുച്ഛഭാവത്തോടെ 1-ാമത്തെ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിന്നോട് ആരാ പറഞ്ഞ് ഇതിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്ന്? നീ എപ്പോഴെങ്കിലും ആ ലോകത്തേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. മറ്റാരെങ്കിലും ആ ലോകത്ത് നിന്ന് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കുഞ്ഞു ലോകത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. ആരും തന്നെ ഇതുവരെ ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നതായി നിനക്കറിവില്ല. എന്നിട്ടും നീ വിശ്വസിക്കുന്നു മറ്റൊരു ലോകമുണ്ട് എന്ന്, അമ്മയുണ്ടെന്ന്, അപ്പനുണ്ടെന്ന്, സഹോദരങ്ങളുണ്ടെന്ന്, മനോഹരമായ ലോകം ഇതിന് പുറത്തുണ്ട് എന്ന് നീ വെറുതെ വിശ്വസിക്കുന്നു. ഈ 1-ാമത്തെ കുഞ്ഞിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ കുഞ്ഞ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ ഇതുവരെ മറ്റൊരു ലോകത്തേക്ക് പോയിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ 1-ാമത്തെ കുഞ്ഞിൻ്റെ വിശ്വാസം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2-ാമത്തെ കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ശരിയാണ്. ആരും തന്നെ ഇപ്പോൾ ആ ഉദരത്തിലായിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. പുറത്തുള്ള ലോകത്ത് നിന്ന് ആരും തന്നെ ഉദരത്തിലേക്ക് തിരിച്ച്, അല്ലെങ്കിൽ ആ ഗർഭപാത്രത്തിലേക്ക് തിരിച്ച് വന്നിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ 2-ാമത്തെ കുഞ്ഞ് പറഞ്ഞത് ലോജിക്കലി ശരിയാണ്. എന്നിരുന്നാലും 1-ാമത്തെ കുഞ്ഞിൻ്റെ വാക്കുകളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വിശ്വാസം സത്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാത്ത, നിത്യമായ ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കാത്ത, സ്വർഗനരകങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് വിശ്വസിക്കാത്ത നിരീശ്വരവാദികളും യുക്തിവാദികളും പലപ്പോഴും മുൻപിൽ നിരത്തുന്ന യുക്തികൾ ലോജിക്കലി ശരിയെന്ന് തോന്നിയേക്കാം. എന്നിരുന്നാലും യാഥാർത്ഥ്യം തിരിച്ചറിയുക, സ്വർഗം അതൊരു സത്യമാണ്, നരകം അതൊരു സത്യമാണ്, നിത്യമായി നീളുന്ന ജീവിതം അതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ക്രമീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ
9 മാസ കാലയളവ് എന്ന കൊച്ചു കാലയളവിൽ നമ്മൾ ഓരോരുത്തരുമായിരുന്നു. തുടർന്ന് ഈ ഭൂമി എന്ന വലിയ ഒരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇതുപോലെ തന്നെ ഈ ഭൂമിയാകുന്ന ലോകത്ത് നിന്ന് സ്വർഗമാകുന്ന ലോകത്തേക്ക്, കുറെ കൂടെ വലിയ ഒരു ലോകത്തേക്ക്, അല്ലെങ്കിൽ നിത്യമായി നീളുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ മരണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന വാതിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വാതിലായി, പാതയായി, പാലമായി മരണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആകാംക്ഷയോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമ്മൾ മരണത്തെ വരവേൽക്കേണ്ടതും ഒരു യാഥാർത്ഥ്യമാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. ഈ തിരിച്ചുപോക്ക് ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുസഭ മനുഷ്യൻ്റെ അന്ത്യങ്ങളായി 4 കാര്യങ്ങളാണ് പഠിപ്പിക്കുക. 4 കാര്യങ്ങൾ മനുഷ്യൻ്റെ അന്ത്യങ്ങളായി പഠിപ്പിക്കുന്നു. മരണം, വിധി, സ്വർഗം, നരകം. ഇത് 4 മനുഷ്യൻ്റെ അന്ത്യങ്ങളായി പഠിപ്പിക്കുന്നു. ഇതിൽ മരണത്തെക്കുറിച്ച് നമ്മൾ ഈ സമയം അത്രയും കേട്ടു. അല്ലെങ്കിൽ മരണം എന്നൊരു വാതിലാണ് എന്ന വിധത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് ഈ സമയം അത്രയും നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ഇനി നമുക്ക് വിധിയെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് വിധി? വിധി തന്നെ 2 വിധിയുള്ളതായി തിരുസഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേതിനെ പൊതുവിധിയെന്നും ഒന്നാമത്തേതിനെ തനത് വിധിയെന്നും രണ്ടാമത്തേതിനെ പൊതുവിധിയെന്നും, ഇങ്ങനെ 2ആയി നമുക്ക് വിധിയെ തരംതിരിക്കാനായിട്ട് സാധിക്കും. തനത് വിധി, പൊതുവിധി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക? തനത് വിധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് നിത്യവിധിയാളനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഭൂമിയിൽ അതുവരെയുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം സമ്മാനിക്കപ്പെടും. ഇനി സ്വർഗത്തിൽ പോകാൻ കുറെ കൂടെ ശുദ്ധീകരണം ആവശ്യമാണ് എങ്കിൽ ശുദ്ധീകരണ അനുഭവത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് തനത് വിധിയിൽ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് പൊതുവിധി? എന്താണ് തനത് വിധിയും പൊതുവിധിയും തമ്മിലുള്ള വ്യത്യാസം? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, തനത് വിധിയും പൊതുവിധിയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ചിലപ്പോഴെങ്കിലും നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചേക്കാം, കീഴ്ക്കോടതിയിൽ അപ്പീൽ പോയി അത് വിജയിക്കാതെ വന്നപ്പോൾ മേൽക്കോടതിയിലേക്ക് തുടർ അപ്പീൽ പോകുന്നത് പോലെയാണ് തനത് വിധിയിൽ നിന്ന് പൊതുവിധിയിലേക്കുള്ള യാത്രയെന്ന് ആരും ചിന്തിച്ചേക്കരുത്. തനത് വിധിയിൽ എന്തായിരുന്നോ വിധി സംഭവിച്ചത് അതുതന്നെയാണ് പൊതുവിധിയിലും സംഭവിക്കുക. ആകെയുള്ള വ്യത്യാസം ഇതാണ്: ലോകാവസാന നാളിൽ, യുഗാന്ത്യത്തിൽ, കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ എല്ലാ മനുഷ്യരുടെയും ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരുടെയും, ഈ ലോകത്തുള്ള സകല മനുഷ്യരും ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ്, ശരീരങ്ങളും ആത്മാവും നേരത്തെ തന്നെ മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ ആയിരിക്കുന്ന ആത്മാവ് ഇതാ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് ചേരും. മനുഷ്യന്റെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് ഇത് ആത്മാക്കൾ ചേരുന്നു. അതിനുശേഷം ലോകത്തുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുവായി വിധി നടക്കുകയാണ്. തനത് വിധിയിൽ എന്തു പറഞ്ഞുവോ അത് തന്നെയാണ് പൊതുവിധിയിലും വിധിവാചകമായി ഉണ്ടായിരിക്കുക. പിന്നെ എന്തുകൊണ്ട് പൊതുവിധി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, തനത് വിധിയുടെ സമയത്ത് വ്യക്തിയും ഈശോയും മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വർഗം സമ്മാനിക്കപ്പെട്ടു, ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വന്നു, അഥവാ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വന്നു, അഥവാ ഒരു വ്യക്തി എന്തുകൊണ്ട് കുറെ നാൾ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നുപോയി, ഈ കാര്യം ആ വ്യക്തിക്കും അതുപോലെ കർത്താവിനും മാത്രമേ അറിയൂ. എന്നാൽ പൊതുവിധിയുടെ സമയത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിളിച്ചു കൂട്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗം ലഭിച്ചു, എന്തുകൊണ്ട് നരകം ലഭിച്ചു, എന്തുകൊണ്ട് കുറെ നാൾ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നൊക്കെ ലോകത്തുള്ള സകല മനുഷ്യരും തിരിച്ചറിയുന്ന സമയമാണ് പൊതുവിധി. അത് എല്ലാവരും ആയിരിക്കെ
പ്രപഞ്ചത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഈ ലോകത്ത് നാളെ അതുവരെ ജീവിച്ച് മരിച്ച സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പൊതുവിധി, അതായത് യുഗാന്ത്യത്തിൽ ലോകാവസാന നാളിൽ സംഭവിക്കുക. മറ്റ് വ്യത്യാസങ്ങളൊന്നും പൊതുവിധിയും തനത് വിധിയും തമ്മിൽ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരൊറ്റ വിധിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വിധിവാചകമേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളൂ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 31, 32, 46 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കും പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി വിധിയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്ന 25-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മനുഷ്യന്റെ അന്ത്യങ്ങളിൽ മൂന്നാമത്തേത് സ്വർഗം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1023-ാം നമ്പറിലാണ് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക. മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ, അഥവാ പരിശുദ്ധ ത്രിത്വത്തെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മുഖാഭിമുഖം കണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർലോകവാസികളുടെയും സാന്നിധ്യത്തിൽ സ്വർഗീയ ആനന്ദം അനുഭവിച്ച് നിത്യമായി വാഴുന്ന അവസ്ഥയെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഇനി മനുഷ്യന്റെ അന്ത്യങ്ങളിൽ നാലാമത്തേത് നരകം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ മാരകപാപത്തിൽ തന്നെ തുടരുകയും അനുതാപവും പശ്ചാത്താപവും ഇല്ലാതെ മാരകപാപത്തിൽ തുടർന്ന് മാരകപാപത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം സമ്മാനിക്കപ്പെടുക നിത്യ നരകമായിരിക്കും, നിത്യ ശിക്ഷയായിരിക്കും. യഥാർത്ഥത്തിൽ ദൈവമാരെയും നരകത്തിലേക്ക് വലിച്ചെറിയുന്നതല്ല, മനുഷ്യന്റെ സ്വതന്ത്രമായ തീരുമാനത്തിന്റെ അനന്തരഫലമാണ് നരകം എന്ന് പറയുന്നത്. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ വെച്ച് ഒരാൾ നിരാകരിച്ചാൽ, മാരകപാപം ചെയ്ത് ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് ഒരു വ്യക്തി എന്നേക്കുമായി അകന്നാൽ, അങ്ങനെ അകന്നതിന് ശേഷം അതേ അവസ്ഥയിൽ തന്നെ ഭൂമിയിൽ തുടർന്നാൽ, അതേ അവസ്ഥയിൽ തന്നെ വ്യക്തി ഈ ഭൂമിയിൽ വെച്ച് മരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി സ്വയമേവ തിരഞ്ഞെടുക്കുന്ന നിത്യനാശമാണ് നരകം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കപ്പെടുക. നരകത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഫലമായി ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ആകുലതയും ഉത്കണ്ഠയും നമുക്ക് ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ കരുണയിലും സ്നേഹത്തിലും നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. നരകം എന്നത് വ്യക്തിയുടെ തന്നെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വ്യക്തി മാരകപാപം ചെയ്യുകയും പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പ്രസാദവരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന, കൃപാവരങ്ങളെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്ന മാരകപാപം ചെയ്യുകയും ആ മാരകപാപത്തിൽ മനഃപൂർവ്വം നിലനിൽക്കുകയും ആ മാരകപാപത്തിൽ മരിക്കുകയും അനുതാപമില്ലാതെ മരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സമ്മാനിക്കപ്പെടുന്നതാണ് നിത്യനരകം അഥവാ നിത്യ ശിക്ഷ എന്ന് പറയുന്നത്. എന്നാൽ അവസാന നിമിഷം വരെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവസാന നിമിഷം വരെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നത് പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ, സ്നേഹത്തോടെ വിരിച്ചു പിടിച്ച കരങ്ങളുമായി കുരിശിൽ ഈശോ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ജോൺ മരിയ വിയാനി പുണ്യവാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ആ പുണ്യാത്മാവിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകും. അതെങ്ങനെയാണ്? ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് വലിയ മദ്യപാനിയാണ്, ദൈവനിഷേധിയായിരുന്നു. ആ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം ഈ സ്ത്രീ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. ആ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി: എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി മരിക്കുന്ന സമയത്തെങ്കിലും അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, മരിക്കുന്ന നിമിഷത്തിലെങ്കിലും അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെട്ട് ഒരിക്കലും നരകത്തിൽ പോകില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ലഭിച്ചാൽ മതി. ആ വിധത്തിൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ണുനീരോടെ തൻ്റെ ഭർത്താവ് ഒരിക്കലും നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹത്തോടെ ഈ സ്ത്രീ പ്രാർത്ഥിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സ്ത്രീ ആഗ്രഹിച്ചതുപോലെയല്ല പിന്നീട് സംഭവിക്കുന്നത്. അദ്ദേഹം
മരിക്കുന്നത് മൂക്കറ്റം മദ്യപിച്ച് ഒരു പാലത്തിലൂടെ, ഒരു പുഴ കുറുകെ കടക്കുമ്പോൾ, ഒരു പാലത്തിലൂടെ കുറുകെ കടക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പുഴയിലേക്ക് ചാടി, അദ്ദേഹം പുഴയിലേക്ക് ചാടുകയും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒന്നാമത് അദ്ദേഹം ആത്മഹത്യ, രണ്ടാമത് മുഴുവൻ മദ്യപാനമായിരിക്കുന്ന സമയത്ത് തീർച്ചയായും അദ്ദേഹം മാനസാന്തരപ്പെട്ടിട്ടില്ല, പശ്ചാത്തപിച്ചിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്ത്യകൂദാശകളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആ സ്ത്രീ ആകെ സങ്കടത്തിലായി, ആകെ നിരാശയായി, വേദനയായി കർത്താവിനോട് ഒരുപാട് സങ്കടത്തോടെ പരാതിയും പരിഭവവും പറഞ്ഞു. മാനസാന്തരപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, കേവലം മരിക്കുന്ന സമയത്തെങ്കിലും അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെടണമെന്നും പശ്ചാത്തപിക്കണമെന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരിക്കലും നിത്യമായി നശിക്കരുതെന്നും സ്വർഗത്തിന് അർഹമാകണമെന്നും മാത്രമല്ലേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥന പോലും കർത്താവ് നീ കേട്ടില്ലേ? ഞാൻ ആകെ സങ്കടത്തിലും ഭാരത്തിലും വേദനയിലും ഒരു നിരാശയുടെ, ഒരു ഡിപ്രഷന്റെ ഒരു മൂഡിലൂടെ ആ സ്ത്രീ കടന്നു പോവുകയാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ഒരു സുഹൃത്ത്, മറ്റൊരു സ്ത്രീ ഇപ്രകാരം ആ സ്ത്രീയോട് പറഞ്ഞു, മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ തൊട്ടടുത്ത പള്ളിയിൽ, ഇടവകയിലൊരു വികാരിയച്ഛനുണ്ട്, ജോൺ മരിയ വിയാനി, അദ്ദേഹത്തെ പോയി ഒന്ന് കാണുക. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ മനസ്സിന് കുറേയൊക്കെ ആശ്വാസം ലഭിക്കും. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എങ്കിലും തൻ്റെ സുഹൃത്തായ സ്ത്രീ പറഞ്ഞതാണല്ലോ എന്ന് കരുതി ഈ വീട്ടമ്മ അങ്ങനെ ആ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ ദേവാലയത്തിൽ ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ അടുത്ത് കുമ്പസാരിക്കാനും പ്രാർത്ഥന ചോദിക്കാനും വേണ്ടി ഒരുപാട് മനുഷ്യർ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ആ സ്ത്രീ അവിടെയും ഒരു കസേരയിൽ വന്ന് ഇരുന്ന് വെറുതെ ഇങ്ങനെ കുരിശുരൂപത്തിലേക്ക്, സക്രാരിയിലേക്ക് നോക്കി ആ സ്ത്രീ അങ്ങനെ ഇരിക്കുകയാണ്. കുമ്പസാരക്കൂട്ടിലിരുന്ന് മറ്റുള്ള മനുഷ്യരെയൊക്കെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ മരിയ വിയാനി പുണ്യവാളൻ പെട്ടെന്ന് അങ്ങ് ദൂരെ കസേരയിൽ ഇങ്ങനെ കർത്താവിന് ക്രൂശിത രൂപം നോക്കിയിരിക്കുന്ന ആ സ്ത്രീയെ കാണാൻ ഇടവന്നു. ഉള്ളിലൊരു പ്രചോദനം കിട്ടി. ആ പ്രചോദനം അനുസരിച്ച് ജോൺ മരിയ വിയാനി പുണ്യവാളൻ കുമ്പസാരക്കൂടിൽ നിന്ന്, ഒരാളുടെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീയോട് പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, നീ വേദനിക്കണ്ട, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം വീണ്ടും കുമ്പസാരക്കൂടിലേക്ക് വരികയാണ്. എന്നാൽ ആ സ്ത്രീയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. കാരണം ഏതൊരാൾക്കും ആരോടും പറയാവുന്ന വാക്കുകളാണ് ഈ പുരോഹിതൻ ആ സ്ത്രീയോട് പറഞ്ഞത്. അവള് പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീക്കറിയാം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്നും. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്ന ജോൺ മരിയ വിയാനി പുണ്യവാളൻ, അദ്ദേഹം വീണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം കിട്ടി ഒരിക്കൽ കൂടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, മോളെ നീ പേടിക്കേണ്ട കാര്യമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം പാലത്തിനും വെള്ളത്തിനുമിടയിൽ യേശുവേ എന്ന് വിളിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. പാലത്തിനും വെള്ളത്തിനുമിടയിൽ യേശുവേ എന്ന് വിളിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ഇത് കേട്ട ആ സ്ത്രീ വാവിട്ട് നിലവിളിക്കുകയാണ്. തന്നെക്കുറിച്ച് അറിയാത്ത, തൻ്റെ ഭർത്താവിനെ കുറിച്ച് അറിയാത്ത, തൻ്റെ ഭർത്താവിന് വേണ്ടി താൻ നാളിതുവരെ നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്ത, തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഇതാ ഒരു പുരോഹിതനിതാ തന്നെ നോക്കി പറയുകയാണ്, പാലത്തിനും വെള്ളത്തിനുമിടയിൽ യേശുവേ എന്ന് വിളിച്ചിട്ടാണ് തൻ്റെ ഭർത്താവ് മരിച്ചത് എന്നും. ആ സ്ത്രീ വാവിട്ട് നിലവിളിച്ചു, അവിടെ മുട്ടുകുത്തി കർത്താവിനോട് നന്ദി പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് നശിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിൽ കർത്താവിന് നന്ദി പറഞ്ഞ് സമാധാനത്തോടെ തിരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് നാൾ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാലും നിത്യനാശത്തിൽ നിബന്ധിച്ചിട്ടില്ല എന്ന ആ തിരിച്ചറിവ് ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നു. സമാധാനത്തോടെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അവസാന നിമിഷം വരെ കർത്താവ് കാത്തു നിൽക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അനുതാപവും പശ്ചാത്താപവും തിരിച്ചുവരവും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് വിരിച്ചു പിടിച്ച കരങ്ങളുമായി കർത്താവ് കുരിശിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറയാം. ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു തെറ്റായ ബോധ്യമോ തെറ്റായ ചിന്തയോ ഇതിൽ നിന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ പാപസുഖങ്ങളിലും മുഴുകി ജീവിച്ച് മരിക്കുന്ന സമയത്ത് യേശുവേ എന്ന് വിളിച്ചാൽ പോരെ? എന്ത് പാപത്തിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം, ഏത് തരത്തിലുള്ള സുഖഭോഗങ്ങളിൽ മുഴുകി അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രം യേശുവേ എന്ന് വിളിച്ചാൽ പോരെ? തീർച്ചയായും കർത്താവ് ക്ഷമിക്കുമല്ലോ, കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അത് തെറ്റായൊരു ചിന്തയാണ്, തെറ്റായ ബോധ്യമാണ്. പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മൾ എപ്പോഴും മരിക്കും, എങ്ങനെ മരിക്കും, ഏത് വിധത്തിൽ മരിക്കും, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. വേണ്ടത്ര ഒരുക്കം, ഒരുപക്ഷെ ഒരുങ്ങാനോ പ്രാർത്ഥിക്കാനോ കൂദാശകൾ സ്വീകരിക്കാനോ ഒന്നും സാധിക്കാതെ ഉറക്കത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നവർ. അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ വാഹനത്തിൽ ഇരുന്ന് തന്നെ ഉറങ്ങുമാകാം, ആ സമയത്താകാം ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഒന്ന് യേശുവേ എന്ന് വിളിക്കാൻ പോലും സാധിക്കാതെ മരിച്ചു പോകുന്ന എത്രയോ എത്രയോ വ്യക്തികളുണ്ട്. എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്നറിയാത്തത് കൊണ്ട് തന്നെ വേണ്ടത്ര ഒരുക്കത്തോടെ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടത്ര ഒരുക്കത്തോടെ മരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന പ്രചോദനങ്ങളെ തിരസ്കരിച്ച് ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം തിരിച്ചറിയാൻ സാധ്യമല്ല. നാളതുവരെ, മരിക്കുന്ന നിമിഷം വരെ പൈശാചിക പ്രലോഭനങ്ങൾ അഥവാ പിശാചിൻ്റെ വാക്കുകൾ നിരന്തരം കേട്ട് ആ സ്വരത്തിലേക്ക് തൻ്റെ ആത്മാവിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്തും കേൾക്കാൻ സാധ്യതയുള്ള സ്വരം പിശാചിൻ്റെ തന്നെയായിരിക്കും. ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവാത്മാവ് നിമന്ത്രിക്കുന്നത് കേൾക്കാൻ, മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ടും, അതുപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല എന്നതുകൊണ്ടും നമ്മുടെ മാനസാന്തരവും പശ്ചാത്താപവും അനുതാപവും ഒക്കെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ, എന്ന് വെച്ചാൽ അടുത്ത നിമിഷമല്ല, ഈ നിമിഷത്തിൽ തന്നെ സംഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. ഇന്ന്, ഈ ദിവസം, ഈ നിമിഷം, അടുത്ത നിമിഷം പോലും അല്ല, ഈ നിമിഷം തന്നെ കർത്താവിങ്കലേക്ക് തിരിയാൻ ദൈവമായ കർത്താവ് വചനത്തിലൂടെ നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു സംശയം വന്നേക്കാം. നേരത്തെ പറഞ്ഞ സംഭവത്തിലെ, ജോൺ മരിയ വിയാനി പുണ്യവാളുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ ആ സംഭവത്തിലെ മനുഷ്യന്റെ കാര്യമോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു ഉത്തരമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ മനുഷ്യന് വേണ്ടി രാവും പകലും ഉറക്കമിളച്ചും ഉപവാസമെടുത്തും പരിഹാരം ചെയ്തും കണ്ണുനീർ ചിന്തിയും പ്രാർത്ഥിക്കാൻ ഒരു ജീവിത പങ്കാളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരിക്കുന്ന നിമിഷത്തിൽ കർത്താവ് പ്രത്യേകമാം വിധം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. യേശുവേ എന്ന് വിളിച്ച് മരിക്കാൻ ആൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോൺ മരിയ വിയാനി പുണ്യവാളനിലൂടെ, ആ പുണ്യാത്മാവിലൂടെ ആ സ്ത്രീക്ക് വെളിപ്പെടുത്തുകയാണ്. അത് നമുക്കും കൂടെയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഇനി നമ്മൾ നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യശിക്ഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരകം ഒരു യാഥാർത്ഥ്യമാണ്, നിത്യശിക്ഷയും ഒരു യാഥാർത്ഥ്യമാണ്. നരകത്തെക്കുറിച്ച് പറയുന്നതും നരകത്തെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ഒരിക്കലും ഭയമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ ഭയപ്പെട്ട് പശ്ചാത്താപത്തിലേക്ക് വരാൻ വേണ്ടി നടത്തുന്ന ഒരു മാർഗമല്ല. പിന്നെയോ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് കൂടുതൽ കൂടുതൽ ലോകത്തിന് ബോധ്യം വരുന്നതിന് വേണ്ടി അനേകം വിശുദ്ധാത്മാക്കൾക്ക് ദൈവം തന്നെ നരകത്തിന്റെ ദർശനം കൊടുത്തിട്ടുണ്ട്. നരകത്തിലെ പീഡകളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം അനേകം വിശുദ്ധാത്മാക്കൾക്ക് കർത്താവ് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കർത്താവ് വിശുദ്ധർക്ക് അങ്ങനെ ഒരു ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിൽ സംഭവിക്കുന്ന പീഡകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ചില വിശുദ്ധാത്മാക്കൾക്ക് ദർശനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരതെല്ലാം തങ്ങളുടെ പുസ്തകങ്ങളിൽ അവരത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണെന്നും നിത്യമായ ശിക്ഷയും നിത്യമായ നാരകീയമായ വേദനയുടെ അനുഭവം ഒരു യാഥാർത്ഥ്യമാണെന്ന് ലോകത്തിന് ബോധ്യം വരാൻ വേണ്ടി തന്നെയാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് നരകദർശനം ഉണ്ടാകുന്നുണ്ട്. കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു നരകത്തിൽ സംഭവിക്കുന്ന പീഡകൾ. ഫൗസ്റ്റീന പുണ്യവതി അത് എഴുതി വെച്ചിരിക്കുന്നത് 7 പീഡകൾ അവിടെ ദർശിക്കാൻ സാധിച്ചു എന്നാണ്. നരകത്തിൽ ഫൗസ്റ്റീന പുണ്യവതി ദർശിച്ച 7 പീഡകൾ. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ അസാന്നിധ്യം. ദൈവത്തിൻ്റെ അസാന്നിധ്യം ആത്മാവിനുണ്ടാക്കുന്ന പീഡ, അതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര മാരകപാപം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിലും പരിപൂർണമായൊരു അസാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വെച്ചത് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. സത്യത്തിൽ നരകത്തിലെ ഏറ്റവും വലിയ പീഡ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസാന്നിധ്യം. ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ ചേരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും അസാന്നിധ്യം അനുഭവിക്കേണ്ടി വരുന്നു. അത് ആത്മാവിന് ഒരു തരത്തിലും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വേദനയല്ല. ഏറ്റവും വലിയ പീഡയായി ഫൗസ്റ്റീന പുണ്യവതിക്ക്
ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് നിരന്തരമായ മനസാക്ഷിക്കുത്ത്. ഭൂമിയിൽ അനുതപിച്ചിരുന്നുവെങ്കിൽ, പശ്ചാത്തപിച്ചിരുന്നുവെങ്കിൽ തനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമായിരുന്നല്ലോ, ഇത് സാധിക്കുന്നില്ല. നിരന്തരമായ മനസാക്ഷിക്കുത്ത്. മൂന്നാമത്തേത് ഈ ദുരവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ്, ആ വേദന. ഇത് നിത്യമായി നീളുന്നതാണ്. ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല ഈ ദുരന്ത അനുഭവം. പിന്നെയോ നിത്യമായ അനന്തമായി നീളുന്ന ഒരു ദുരവസ്ഥയാണ് ആ ചിന്ത മനസ്സിലുണ്ടാക്കുന്ന വേദന അല്ലെങ്കിൽ ആകുലത അഥവാ ഉത്കണ്ഠ. നാലാമത്തേത് ആത്മാക്കളെ നശിപ്പിക്കാതെ തന്നെ അതിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന കോപാഗ്നി. ഇതാണ് നാലാമത്തെ പീഡയായി ഫൗസ്റ്റീന പുണ്യവതി അവിടെ കാണുന്നത്. അഞ്ചാമത്തേത് നിരന്തരമായ ഇരുട്ടും ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധവും. ആറാമത്തേത് സാത്താന്റെ സാന്നിധ്യം. ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ നേരിട്ട് സാത്താന്റെ യഥാർത്ഥ രൂപം നമ്മളാരും കാണുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ അത് പൂർണ്ണമായും അവൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭീകര രൂപത്തിൽ കാണാൻ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ സംഭവിക്കാറില്ല. എന്നാൽ നരകത്തിൽ പോകേണ്ടി വരുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സാത്താനെ അവനായിരിക്കുന്ന വിധത്തിൽ തന്നെ, ആ ഭീകര രൂപത്തിൽ തന്നെ കാണേണ്ടതായിട്ട് വരും. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വചനത്തിന്റെ വെളിച്ചത്തിൽ സഭാമാതാവ്, തിരുസഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ദൈവത്തെ മുഖാഭിമുഖം അവിടുന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ കാണാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുമെന്ന്. അതിന് നേരെ വിപരീത വശമാണ് ഇവിടെ കാണാൻ സാധിക്കുക. സാത്താൻ ആയിരിക്കുന്നത് പോലെ സാത്താനെ കാണാൻ, സാത്താന്റെ സാന്നിധ്യത്തിന്റെ ആ ഭീകര അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും നരകത്തിൽ. അതാണ് ആറാമത്തെ പീഡയായി ഫൗസ്റ്റീന പുണ്യവതിക്കുണ്ടായ ദർശനത്തിൽ പറയുന്ന ആറാമത്തെ കാര്യം. ഏഴാമത്തേത് ഭീകരമായ നിരാശ, ദൈവത്തോടുള്ള വെറുപ്പ്, ദൈവദൂഷണം, ശാപവാക്കുകൾ. ഇങ്ങനെ 7 കാര്യങ്ങളാണ് ഫൗസ്റ്റീന പുണ്യവതി തനിക്കുണ്ടായ ദർശനത്തിന്റെ വെളിച്ചത്തിൽ, നരകത്തെക്കുറിച്ചുണ്ടായ ദർശനത്തിന്റെ വെളിച്ചത്തിൽ 7 പീഡകളാണ് ഫൗസ്റ്റീന പുണ്യവതി എഴുതി വച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സിയന്നായിലെ വിശുദ്ധ കാതറീനും ഇതുപോലെ നരക ദർശനം ഉണ്ടാകുന്നുണ്ട്. കാതറീന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് നരകത്തിൽ കാണുന്ന 4 തരം പീഡകളാണ്. അത് നേരത്തെ ഫൗസ്റ്റീന പുണ്യവതിക്കുണ്ടായ ദർശനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളോട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. ഒന്നാമത്തേത് പരമനന്മയായ ദൈവത്തെ, ക്രിസ്തുവിനെ, യേശുവിനെ ദർശിക്കാൻ പറ്റാത്തതിലുള്ള വേദന, സങ്കടം. രണ്ടാമത്തേത് സ്വർഗത്തിൻ്റെ മാലാഖമാരുടെ, വിശുദ്ധരുടെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം, നിരാശ, വേദന. മൂന്നാമത്തേത് സാത്താനെ അവനായിരിക്കുന്ന വിധത്തിൽ ദർശിക്കേണ്ടി വരുന്നു. നാലാമത്തേത് ഔഭൗമികമായ അഗ്നിയുടെ കത്തിജ്വലിക്കലിൻ്റെ വേദന. ഇങ്ങനെ 4 തരം വേദനകൾ നരകത്തിൽ ഉള്ളതായി, അല്ലെങ്കിൽ ഈ പുണ്യാത്മാവിന്, ഈ വിശുദ്ധയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്, സിയനായിലെ വിശുദ്ധ കാതറീന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെ 4 തരം പീഡകളെ കുറിച്ചാണ്, വേദനകളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ കേൾക്കാൻ ശ്രമിച്ചത് മനുഷ്യന്റെ അന്ത്യങ്ങൾ, 4 കാര്യങ്ങൾ. 1 മരണം, 2 വിധി, 3 സ്വർഗം, 4 നരകം. ഇങ്ങനെ 4 അന്ത്യങ്ങളെക്കുറിച്ച് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. എന്തിനാണിത് നമ്മൾ ഈ സമയം കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രതയും ഉത്കണ്ഠകളും ആകുലതകളുമായി ജീവിക്കുന്നവരാണ്. ഈ ഭൂമിയിലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങൾ, അടുത്ത ആഴ്ചയിൽ, അടുത്ത വർഷത്തെ കാര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് നിത്യമായി നീളുന്നൊരു ജീവിതത്തെക്കുറിച്ച് ആഴമായ ചിന്തയും ധ്യാനവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? അത് ചിന്തിക്കുന്നില്ലെങ്കിൽ നിത്യമായ ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ആനന്ദത്തെക്കുറിച്ചും ദൈവത്തിൽ ചെന്ന് ചേരേണ്ടതിനെക്കുറിച്ചും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഓരോ ദിവസവും അല്ല, ഓരോ നിമിഷവും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഈ ലോകത്തിലെ വ്യഗ്രതകളിൽ മാത്രം കുടുങ്ങി നമ്മളിങ്ങനെ ഒരു ആകുലചിത്തരായി, ഉത്കണ്ഠാകുലരായി ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമായി കഴിയുന്നവരാണ് എങ്കിൽ എത്രയോ വലിയ വിഡ്ഢികളായി നമ്മൾ ഓരോരുത്തരും അധപതിക്കുകയാണ്. എത്രയോ വലിയ മൂഢരായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. അതുകൊണ്ട് സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുസഭ എന്ന നമ്മുടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സന്ദേശത്തിലൂടെ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട മറ്റൊന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അഥവാ ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 3 സഭകളുടെ കൂട്ടായ്മയാണ്. ഏതൊക്കെയാണ് 3 സഭകൾ? വിജയസഭ, സമരസഭ, സഹനസഭ.
ഈ 3 സഭകൾ ചേരുമ്പോൾ മാത്രമേ കത്തോലിക്ക തിരുസഭ പൂർണ്ണമാകുന്നുള്ളൂ. വിജയസഭ എന്ന് പറഞ്ഞാൽ മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന വിശുദ്ധരുടെ ആ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് വിജയസഭ. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ? അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പാപത്തോടും പ്രലോഭനങ്ങളോടും പിശാചിനോടും ലോകമോഹങ്ങളോടും ശരീരത്തിൻ്റെ അധമ വാസനകളോടും സമരം ചെയ്തു, യുദ്ധം ചെയ്തു, വിജയിച്ചു. അങ്ങനെ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് സ്വർഗം. അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ സമൂഹത്തെ, വിശുദ്ധരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് വിജയസഭ. ഇനി സമരസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ സമരത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 3 ശത്രുക്കളുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാണ് 3 ശത്രുക്കൾ? പിശാച് എന്ന ശത്രു, അതുപോലെ ലോകമോഹങ്ങൾ എന്ന ശത്രു, പിന്നെ ശരീരത്തിൻ്റെ അധമ വാസനകൾ എന്ന ശത്രു. ഈ 3 ശത്രുക്കൾക്കെതിരെ, ലോകം, ശരീരം, പിശാച് എന്നാണ് പറയുക. ലോകം എങ്ങനെ ശത്രുവാകുന്നു ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് കർത്താവാണ്. അതിനാൽ തന്നെ ലോകം തിന്മയൊന്നുമല്ല. പക്ഷെ ലോകം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മളെ അകറ്റുന്ന ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ശത്രുക്കളായി മാറുന്നു. രണ്ടാമത് ശരീരം. ശരീരം സൃഷ്ടിച്ചത് കർത്താവാണ്. നമ്മുടെ ദൈവം വസിക്കുന്ന ആലയമായിട്ടാണ് ശരീരത്തെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുക. അതിനാൽ തന്നെ ശരീരം പരിശുദ്ധമാണ്, വിശുദ്ധമാണ്. പിന്നെ എന്തുകൊണ്ട് ശരീരത്തെ ശത്രു എന്ന് വിളിക്കുന്നു? നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ തടസ്സമായി നിൽക്കുന്ന ശരീരത്തിൻ്റെ അധമ വാസനകൾ, അത് നമ്മുടെ ശത്രുവായി നിലകൊള്ളുന്നു. ഈ അർത്ഥത്തിലാണ് ലോകവും അതുപോലെ തന്നെ ശരീരവും ശത്രുവായി മാറുക. പിന്നെ പിശാച് ശത്രുവാണെന്നുള്ള കാര്യം ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 3 ശത്രുക്കൾക്കെതിരെ നിരന്തരമായ യുദ്ധത്തിലും നിരന്തരമായ സമരത്തിലുമാണ് ഭൂമിയിലെ സഭ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ഈ ഭൂമിയിലെ സഭയെ സമരസഭ എന്ന് വിളിക്കുന്നു. ഈ 3-ാമത്തേതാണ് സഹന സഭ. ഇതാരാണ് നമുക്കറിയാം. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുടെ ആ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് സഹനസഭ. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? അവർ സഹനത്തിലാണ്. വലിയ തീവ്രമായ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് നൊമ്പരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളെ സഹനസഭ എന്ന് വിളിക്കുന്നില്ല. അതിൻ്റെ കാരണം ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾ കടന്നു പോകുന്ന സഹനത്തിൻ്റെ തീവ്രത ഈ ഭൂമിയിലുള്ള ഒരു സഹനത്തോടും തുലനം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അത്രത്തോളം വലിയ തീവ്രമായ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോവുക. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും അതുപോലെ തന്നെ വിശുദ്ധരുടെയും പിന്നെ നമ്മുടെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വായിച്ചാൽ തീർച്ചയായും ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും ഒക്കെ നമുക്ക് കിട്ടും. എങ്കിലും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക കഥകളും ഉപമകളും സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ വ്യക്തമാവുക. ഞാനൊരു കുഞ്ഞു കഥ പറയാം. ഇത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറയുന്ന ഒരു കഥയാണ്. കഥ പ്രകാരമാണ്, ഒരു മനുഷ്യൻ രോഗശയ്യയിൽ അനേകം നാളുകളായി ശരീരം മുഴുവൻ വ്രണങ്ങളും മുറിവുകളുമായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിന് ഒത്തിരി വേദന അദ്ദേഹം ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും താൻ പഴയ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ സാധ്യമല്ലെന്ന് ആ മനുഷ്യന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അദ്ദേഹം മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എൻ്റെ ജീവൻ എടുക്ക്. എനിക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നെക്കൊണ്ട് വേറെ ആർക്കും പ്രത്യേകിച്ച് ഉപകാരമില്ല. അതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ കിടന്ന് സഹിക്കാൻ വയ്യ. വല്ല വിധേനയും എൻ്റെ ജീവനൊന്ന് എടുക്കാമോ എന്ന് ചോദിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ അലറിക്കരയുന്നു, നിലവിളിക്കുന്നു. നിരന്തരം ഈ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മടുത്തു, ജീവിതം മടുത്തു, എൻ്റെ ജീവനൊന്നും എടുക്കാവോ? എനിക്ക് മരിച്ചാൽ മതി, ഞാൻ സൗഖ്യമൊന്നും ചോദിക്കുന്നില്ല, എനിക്കൊന്നും മരിച്ചു കിട്ടിയാൽ മതി. അന്നേരം മാലാഖ പറഞ്ഞു, ദൈവത്തിൻ്റെ ആഗ്രഹം നീ നാളിതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ വീഴ്ചകൾക്കൊരു പരിഹാരം എന്ന പോലെ ആ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കുറേ നാളുകൂടെ ഈ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരു 3 വർഷം കൂടെ നീ ഇങ്ങനെ കടന്നു പോകേണ്ടതുണ്ട്. ഇനി നിന്റെ ആഗ്രഹം ഇപ്പോൾ തന്നെ മരിക്കണമെന്നാണ് എങ്കിൽ നിന്റെ ജീവൻ എടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ 3 ദിവസം നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായി വരും. എനിക്കിതിൽ ഏതാ വേണ്ടത്? ഒന്നുകിൽ ഭൂമിയിൽ 3 വർഷം ഇതേ സഹനത്തിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് 3 ദിവസം വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാം. നിനക്ക് ഏതാ വേണ്ടത്? അയാൾ പറഞ്ഞു, എൻ്റെ ജീവൻ ഇപ്പം തന്നെ എടുത്തോ. 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും. മാലാഖ പിന്നെയും പറഞ്ഞു, നീ നല്ലപോലെ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി.
അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ആലോചിക്കാനില്ല, ഇനി ഭൂമിയിൽ ഇതുപോലെ സഹിച്ച് 3 വർഷം കിടക്കുക സാധ്യമായ കാര്യമല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അവസാനം മാലാഖ സമ്മതിച്ചു, അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു. എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു. ഈ ആത്മാവുമായി മാലാഖ പോകുന്നു, അദ്ദേഹത്തെ ശുദ്ധീകരണ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു, അഥവാ ശുദ്ധീകരണ അനുഭവത്തിലേക്ക് അദ്ദേഹത്തെ കടത്തിവിടുന്നു. പ്രിയപ്പെട്ട മാലാഖ അപ്രത്യക്ഷനായി, പിന്നെ മാലാഖയെ കാണുന്നില്ല. 3 ദിവസം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായ മറഞ്ഞ മാലാഖ 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, ഏകദേശം 30ഓളം വർഷങ്ങൾ കടന്നുപോയി. മാലാഖയെ കാണുന്നില്ല. ഈ മനുഷ്യനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ, തീവ്രമായ അസഹനീയമായ വേദനയിൽ കിടന്ന് പിടഞ്ഞ് സ്വർഗം നോക്കി നിലവിളിക്കുകയാണ്. അവസാനം ഏകദേശം ഒരു 30 വർഷത്തോളം കഴിയുമ്പോൾ മാലാഖ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇയാൾക്കാണെങ്കിൽ വലിയ സങ്കടവും ദേഷ്യവും അരിശവും അമർഷവും ഒക്കെ വരുന്നുണ്ട്. അദ്ദേഹം മാലാഖയോട് പറഞ്ഞു, ഞാൻ കരയുന്നതിൻ്റെയും നിലവിളിക്കുന്നതിൻ്റെയും കാരണം താങ്കളോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. അപ്പൊ മാലാഖ പിന്നെയും ചോദിച്ചു, എന്താ കാര്യമെന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 3 ദിവസം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം 30 വർഷത്തോളമായി. ഭൂമിയിലായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ ഞാൻ സ്വർഗത്തിൽ എത്തുമായിരുന്നു. മാലാഖ പുഞ്ചിരിയോട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിന്നോട് ആരാ പറഞ്ഞേ 30 വർഷമായെന്ന്? നിന്നോട് ആരാ പറഞ്ഞേ 30 വർഷമായെന്ന്? നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. നീ കണ്ടോ എന്ന് പറഞ്ഞ് ഭൂമിയിൽ അന്നേരം നടക്കുന്ന കാഴ്ച കാണിച്ചു കൊടുത്തു. ഒരു ദർശനത്തിലൂടെ എന്ന പോലെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നടക്കുന്നു. അദ്ദേഹത്തെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ ഒരുങ്ങുന്നു. അദ്ദേഹത്തെ കുഴിയിൽ അടക്കിയിട്ട് പോലുമില്ല. അദ്ദേഹം അത്ഭുതത്തോടെ അമ്പരപ്പോടെ മാലാഖയെ നോക്കുമ്പോൾ മാലാഖ പറഞ്ഞു, ഇവിടത്തെ സഹനത്തിന്റെ തീവ്രത വലുതായതിനാൽ, അതിതീവ്രമായ സഹനത്തിന് അനുഭവമായതിനാൽ നിനക്ക് 3 മണിക്കൂറിനെ 30 വർഷങ്ങൾ പോലെ തോന്നി. നിനക്ക് 3 മണിക്കൂറിനെ 30 വർഷങ്ങൾ പോലെ തോന്നി. ഈ കഥ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് ചാവറ പിതാവ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ഒരു നിമിഷം ഭൂമിയിലെ ഒരു യുഗം പോലെ അനുഭവപ്പെടുമെന്നും. ശുദ്ധീകരണ സ്ഥലത്തെ ഒരു നിമിഷം ഭൂമിയിലെ ഒരു യുഗം പോലെ അനുഭവപ്പെടുമെന്നും. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ചാവറപ്പിതാവ് പറയുന്ന ഈ കഥയിലൂടെ വ്യക്തമാകുന്ന ഒരു ആശയം, ഇത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുണ്ടായ ദർശനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അതിന് സമാനമായ അല്ലെങ്കിൽ അതിതീവ്രമായ മനുഷ്യന് ഈ ഭൂമിയിൽ തുലനം ചെയ്യാൻ പറ്റാത്ത, ഒരു തരത്തിലും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു സഹനമാണ് എന്ന് ശുദ്ധീകരണ സ്ഥല സഹനമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിൽ ആകുലതയോ ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുന്നത് ഭയപ്പെടുത്താനോ ഉത്കണ്ഠാകുലരാകാനോ ആകുലപ്പെടാനോ ഒന്നും വേണ്ടിയിട്ടല്ല. പിന്നെയോ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്, നമുക്കൊരു വലിയ കടമയുണ്ട്. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം. കാരണം അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്, അവർക്ക് നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർ അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ അവിടെ കിടന്ന് അവർക്ക് സാധ്യമല്ല. പക്ഷേ അവിടെ കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സാധ്യമാണ്. അതവർ ചെയ്യുകയും ചെയ്യും. നമ്മൾ നിരന്തരം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, അതൊരു കടമയാണ്. ഒരിക്കലും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, പിന്നെയോ അതൊരു കടമയാണെന്ന് പറയാൻ കാരണം, അവർ ചെയ്ത നമ്മുടെ പൂർവികർ, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒക്കെ മരിച്ചുപോയ പൂർവികര്, അവർ ചെയ്ത നന്മയുടെ ഓഹരി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ പാപകടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം, കടമ നമ്മിൽ നിക്ഷിപ്തമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഭൗതിക യാഥാർത്ഥ്യത്തെ ആത്മീയ യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാം. നമുക്കറിയാലോ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായും കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയങ്ങൾ ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ അനുദിനം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്വർഗീയ രഹസ്യങ്ങളെ അല്ലെങ്കിൽ ആധ്യാത്മിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ഈശോ പോലും സ്വർഗത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒത്തിരി ഉപമകൾ പറയുന്നുണ്ട്, ഉപമാനങ്ങൾ പറയുന്നുണ്ട്. താരതമ്യം ചെയ്ത് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കാണാവുന്ന, കേൾക്കാവുന്ന, തൊടാവുന്ന വസ്തുക്കളെ താരതമ്യം ചെയ്ത് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നതുപോലെ നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ യാഥാർത്ഥ്യത്തെ, ഈ ശുദ്ധീകരണ സ്ഥലത്തെ അല്ലെങ്കിൽ നമ്മുടെ കടമയാണ് എന്ന യാഥാർത്ഥ്യത്തെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ
അപ്പൻ, അദ്ദേഹത്തിന് ഒരു ഏകദേശം ഒരു 50 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട് എന്ന് കരുതുക, ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടെന്ന് കരുതുക. ആ വ്യക്തി മരിക്കുമ്പോൾ 50 ലക്ഷം രൂപ സ്വന്തമായുള്ള ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകനാണ് ഉള്ളത് എങ്കിൽ സ്വാഭാവികമായും ഈ 50 ലക്ഷം രൂപയുടെ അവകാശിയായി ഈ മകൻ മാറും. ആ മകന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും ആ മകൻ സ്വാഭാവികമായും ആ 50 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 50 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് കരുതുക, എന്തു ആകട്ടെ, ആ അപ്പന്റെ സമ്പത്ത് തീർച്ചയായും ഈ മകൻ്റെതായി മാറും. മകന് അതിൽ ഓഹരി അല്ലെങ്കിൽ അതിന്റെ അവകാശിയായിട്ട് മാറും. ഇനി നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, ഈ അപ്പന് 50 ലക്ഷം കടബാധ്യതയുണ്ടെന്ന് കരുതുക. മരിക്കുന്ന സമയത്ത് 50 ലക്ഷം കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് ഈ അപ്പം മരിക്കുന്നത് എന്ന് കരുതുക. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മകൻ കടക്കാരനായിട്ട് മാറുകയാണ്. ഈ കടം മകൻ പിന്നീട് വീട്ടേണ്ടതായി വരും. ഇതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്, ലോക യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെളിച്ചത്തിൽ ആത്മീയ യാഥാർത്ഥ്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അഥവാ നമ്മുടെ പൂർവികർ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ നന്മകൾ, സുഹൃതങ്ങൾ, പുണ്യങ്ങൾ, പ്രാർത്ഥനകൾ, സുഹൃത ജീവിതം, ഇതിൻ്റെ എല്ലാം ഓഹരി നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മിൽ അല്പമെങ്കിലും പുണ്യമോ സുഹൃതമോ നന്മയോ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ അവരോടും കൂടെ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ സുഹൃത ജീവിതത്തിന്റെ, പുണ്യജീവിതത്തിന്റെ ഓഹരി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ വീഴ്ചകൾ, പാപങ്ങൾ, അതിന് ആവശ്യത്തിന് പരിഹാരങ്ങളൊന്നും പൂർണ്ണമായും ചെയ്യാൻ സാധിക്കാതെയാണ് അവർ കടന്നു പോയത് എങ്കിൽ, അവർ ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ ആ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഒരു കടമായിട്ട് മാറും, നമുക്ക് അതൊരു ബാധ്യതയായിട്ട് മാറും, നമുക്കതൊരു കടമായിട്ട് മാറും. ഏത് കടമയുടെയും പ്രത്യേകതയാണ്, കടമ നിർവഹിച്ചില്ലെങ്കിൽ കടങ്ങൾ അവശേഷിക്കും. എൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കടമ ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ അത് എനിക്ക് ഒരു കടമായി മാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെനിക്കൊരു കടമായി മാറും. നമ്മളിത് ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണി, പാതുവായിൽ അന്തോണീസ് അല്ല, ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണി, അങ്ങനെ ഒരു വിശുദ്ധനുണ്ട്, ഒരു മെത്രാനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കോടീശ്വരനായ ഒരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിയാണ്, ഒത്തിരി ദാനധർമ്മങ്ങളും ഉപവിപ്രവർത്തികളൊക്കെ ചെയ്യുന്ന, അനുദിനം വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ പരോപകാര പ്രവർത്തികളിലൊക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം മരിച്ചു, കോടീശ്വരനായി മനുഷ്യൻ മരിച്ചു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി കുറേ അധികം ദിവസങ്ങൾ ഈ മെത്രാൻ തൻ്റെ സുഹൃത്തായതുകൊണ്ടും പിന്നെ ഒത്തിരി അദ്ദേഹം പള്ളിയെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കുർബാനയൊക്കെ ചൊല്ലി, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് വേണ്ടി ഒപ്പീസ് ചൊല്ലി ധാരാളം പ്രാർത്ഥനകളൊക്കെ ഈ മനുഷ്യന് വേണ്ടി ഈ പുണ്യാത്മാവ്, അതായത് ഈ ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണി എന്ന മെത്രാൻ, അദ്ദേഹം ആ കൂട്ടുകാരൻ, കോടീശ്വരനായ കൂട്ടുകാരന് വേണ്ടി സമർപ്പിച്ചു അല്ലെങ്കിൽ കാഴ്ചവെച്ചു. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി കാണുമെന്ന് കരുതി അദ്ദേഹം പ്രാർത്ഥനകളൊക്കെ പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കാതെയായി. പ്രിയപ്പെട്ടവരെയും, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ആത്മാവ്, ശുദ്ധീകരണ ആത്മാവ് വിശുദ്ധ ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുക. ഒരുപാട് വേദനയോടെ, സങ്കടത്തോടെ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി കുർബാനയൊന്നും ചൊല്ലാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഒപ്പീസ് കർമ്മങ്ങളൊന്നും നടത്താത്തത്. അപ്പോൾ അത്ഭുതത്തോടെ ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണി, ഈ മെത്രാൻ, ആ ആത്മാവിനോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ വിശുദ്ധിയിൽ ജീവിച്ചിട്ടും ദാനധർമ്മങ്ങൾ നടത്തിയിട്ടും പ്രാർത്ഥന ജീവിതം നയിച്ചിട്ടും താങ്കളുടെ ആത്മാവ് ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? അദ്ദേഹം പറയുന്ന മറുപടി എങ്ങനെയാണ്, ഞാൻ ഈ ഭൂമിയിൽ അനുഷ്ഠിച്ച ദാനധർമ്മങ്ങളുടെയും അതുപോലെ ഞാൻ സ്വീകരിച്ച കൂദാശകളുടെയൊക്കെ ആ യോഗ്യത, അതിൻ്റെ മഹത്വം, ആ പ്രതിഫലമൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് തരും. പക്ഷേ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ഉപേക്ഷയാൽ ഒരു തെറ്റ് ചെയ്തു, അതായത് ചെയ്യേണ്ട ഒരു നന്മ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യാതെ പോയി. മറ്റൊന്നുമല്ല, എൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കടമ ഞാൻ നിർവഹിച്ചില്ല. എൻ്റെ പൂർവികർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റ് പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ നടത്തുക, ഇത് ചെയ്യാൻ ഞാൻ മറന്നുപോയി, അതിൽ ഞാൻ ഉപേക്ഷ വരുത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വെച്ച് അർപ്പിച്ച ബലികളുടെയും മറ്റു പ്രാർത്ഥനകളുടെയും യോഗ്യത ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നുവോ അവർക്ക് കിട്ടി. അവരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനിയും തുടർന്ന് പ്രാർത്ഥിച്ചാലേ എൻ്റെ ശുദ്ധീകരണം പൂർത്തിയാകൂ, എൻ്റെ കടങ്ങൾക്ക് ഇളവ് ലഭിക്കൂ എന്ന് പറഞ്ഞ് ഇനിയും പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയോടെ ഈ ആത്മാവ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന്, ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണിയുടെ മുൻപിൽ നിന്ന് മറഞ്ഞതായി, അപ്രത്യക്ഷനായതായി അദ്ദേഹത്തിൻ്റെ ജീവിത പുസ്തകം, ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്.
കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വിശ്വസിപ്പിക്കാവുന്ന യാതൊന്നുമില്ല. പക്ഷെ നമ്മൾ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിലും പഠനങ്ങളിലും വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം ഒത്തിരി വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണാത്മാക്കളുടെ ദർശനം ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി വിശുദ്ധാത്മാക്കൾക്ക് നമ്മുടെ തൊട്ടടുത്ത് വിശുദ്ധരായിരിക്കുന്ന യൗപ്രാസ്യാമയ്ക്കും അതുപോലെ മറിയന്ത്രേസ്യാമയ്ക്കും ശുദ്ധീകരണാത്മാക്കളുടെ ദർശനം ധാരാളമായി ഉണ്ടായിട്ടുള്ള പ്രാർത്ഥന സഹായം ചോദിക്കാൻ വന്നിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ പാദ്രോ പിയോ എന്ന വിശുദ്ധന്, ഡോൺ ബോസ്കോ എന്ന വിശുദ്ധന്, ഫൗസ്റ്റീന എന്ന വിശുദ്ധാത്മാവിന്, കാതറിൻ, സിയനായിലെ വിശുദ്ധ കാതറീന്, അങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണാത്മാക്കളുടെ ദർശനം ഉണ്ടായിരുന്നതായും അവരുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നതായും നമ്മൾ അവരുടെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. ഇത് തെളിയിക്കാൻ നമുക്ക് ഭൗതികമായൊരു യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ട് സാധ്യമല്ല. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ഓർക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ്. കടമ നിർവഹിച്ചില്ലെങ്കിൽ കടങ്ങൾ അവശേഷിക്കും. ഇനി അടുത്ത കാര്യം എത്ര നാൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഒരാൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ ആ വ്യക്തിക്ക് വേണ്ടി എത്ര നാൾ പ്രാർത്ഥിക്കണം? അഥവാ മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സകലർക്കും വേണ്ടി എത്ര നാൾ നമ്മൾ പ്രാർത്ഥിക്കണം? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും മരണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും മരണനിമിഷം വരെ. കാരണം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എത്ര നാൾ ഒരു വ്യക്തിക്ക് ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പേദ്രോ പിയോ എന്ന വിശുദ്ധന്റെ ജീവിതത്തിൽ വായിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം ഒരിക്കൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. നന്ദി പറയാൻ വന്നതാണ്. ഇന്ന് അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആത്മാവാണ് ഞാൻ. അതോടൊപ്പം തന്നെ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങയുടെ സുഹൃത്തും എൻ്റെ മകനുമായ, എന്നിട്ടൊരു വൈദികന്റെ പേര് പറഞ്ഞു. ആ വൈദികനോട് ഈ കാര്യം ഒന്ന് പറയണം, ആത്മാവ് സ്വർഗത്തിലേക്ക് പോയ കാര്യം. കുർബാനയർപ്പണം കഴിഞ്ഞ് പേദ്രോ പിയോ എന്ന വിശുദ്ധൻ പോയി തൻ്റെ സുഹൃത്തായ വൈദികനോട് പറഞ്ഞു, ഇന്ന് അങ്ങയുടെ അപ്പൻ്റെ ആത്മാവിൻ്റെ ഒരു ദർശനം ഉണ്ടായി. അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോയി. ഇത് കേട്ട് ആ വൈദികൻ വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ പേദ്രോ പിയോ ചോദിച്ചു, എന്തിനാ നിലവിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചിട്ട് 25-ലധികം വർഷമായി. ഇത്രയും വർഷം ആദ്യകാലത്തൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുവാറുണ്ട്, ഒത്തിരി കുർബാനയൊക്കെ അർപ്പിക്കാറുണ്ട്, ഒത്തിരി ഓർക്കാറുണ്ട്, ത്യാഗങ്ങളൊക്കെ ചെയ്ത് കാഴ്ചവെക്കാറുണ്ട്. പക്ഷെ പതുക്കെ ഞാൻ മറക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ വർഷത്തിലൊരിക്കൽ ആ മരണ ദിവസം മാത്രം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. ഞാനൊരു വൈദികനായിട്ട്, എന്നും ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനായിട്ട്, അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ ബലിയർപ്പണങ്ങളും എൻ്റെ കൗദാശിക പരികർമ്മങ്ങളൊക്കെ കാരണമായിട്ട് സ്വന്തം അപ്പൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തും സ്വർഗത്തിലേക്ക് കരകയറാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നാളിതുവരെ ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്തോടെയാണ് ഈ പുരോഹിതൻ നിലവിളിച്ചത്. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ, എത്ര നാളൊരു ആത്മാവിന് ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും. ഒരു കാര്യം ഓർക്കുക, ഈ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകാൻ മാരകമായ വലിയ പാപങ്ങളൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഏറ്റവും നിസ്സാരമായ ചെറിയ വീഴ്ചകൾക്ക് പോലും ശുദ്ധീകരണം ആവശ്യമാണ്. കാരണം എന്താ? വളരെ ലളിതമായൊരു ലോജിക്കാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്തോളം വിശുദ്ധി പ്രാപിക്കണം. ദൈവത്തിൽ ചെന്ന് ചേരാൻ ദൈവത്തോളം വിശുദ്ധി പ്രാപിക്കണം. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, എൻ്റെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. എൻ്റെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ചിട്ടല്ല ഈശോ പറയണേ സ്വർഗീയ പിതാവിനെ പോലെ. നടക്കുന്ന കാര്യമാണോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗീയ പിതാവിനെ പോലെ പരിശുദ്ധി പ്രാപിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗീയ പിതാവിനെ പോലെ പരിപൂർണത പ്രാപിക്കാൻ പറ്റുമോ? പറ്റില്ലെന്ന് മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം. എന്നിട്ട് യേശു പറയാണ് സ്വർഗീയ പിതാവിനെ പോലെ പരിശുദ്ധി പ്രാപിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവിനോളം പരിശുദ്ധി പ്രാപിക്കാതെ പിതാവിൽ ചെന്ന് ചേരാൻ പറ്റില്ല. സ്വർഗത്തോളം പരിശുദ്ധി പ്രാപിക്കാതെ സ്വർഗത്തിൽ ലയിക്കുക അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് ചേരുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നിസ്സാരമായ കടങ്ങൾ പോലും, പാപകടങ്ങൾ പോലും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നുകിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പാപകടങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവം മരണാനന്തരം നമുക്കൊരു അവസരം തരും. ആ അവസരമാണ് ശുദ്ധീകരണ അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ശുദ്ധീകരണ സ്ഥലം എന്ന വാക്കാണ് ഉപയോഗിക്കാറ് എങ്കിലും അതൊരു സ്ഥലം അല്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൃശ്ശൂർ അല്ലെങ്കിൽ ചാലക്കുടി, എറണാകുളം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥലമല്ല, അതൊരു അവസ്ഥയാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് സ്ഥലം എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് അതിനെ നമ്മൾ പറയുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ശുദ്ധീകരണം ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ദൈവം മനുഷ്യരോട് കാണിക്കുന്ന ശിക്ഷയല്ല ശുദ്ധീകരണം, പിന്നെയോ ദൈവത്തിൻ്റെ കരുണയാണ് ശുദ്ധീകരണം. കാരണം ദൈവത്തിൽ ചെന്ന് ചേരാൻ ശുദ്ധീകരണമില്ലാതെ സാധ്യമല്ല. ദൈവം നമുക്ക് നൽകുന്ന അവസാന അവസരമാണ് ദൈവത്തിൽ, ലക്ഷ്യത്തിൽ ചെന്ന് ചേരാൻ നമ്മളെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന ഒരു അവസരം കർത്താവ് നമുക്ക് ഈ ശുദ്ധീകരണ അനുഭവത്തിലൂടെ നൽകുകയാണ്. ഭൂമിയിൽ വെച്ച് തന്നെ പാപങ്ങളും
കടങ്ങളും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട് പ്രസാദപര അവസ്ഥയിലാണ് ഒരാൾ മരിക്കണമെങ്കിൽ മരിക്കുന്ന നിമിഷം തന്നെ സ്വർഗത്തിൽ പോകാം. നേരെ മറിച്ച് മാരകപാപം ചെയ്ത് മാരകപാപത്തിൽ ജീവിച്ച് മാരകപാപത്തിൽ തന്നെ മരിച്ച് അനുതാപമില്ലാതെയാണ് ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് വേർപിരിയുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് മരിക്കുമ്പോൾ തന്നെ നരകത്തിലേക്ക് പോകാം. എന്നാൽ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് പാപങ്ങളില്ല, അനുതപിച്ചിട്ടുണ്ട്, മാപ്പ് ചോദിച്ചിട്ടുണ്ട്, പാപങ്ങളില്ല, പക്ഷേ ജീവിതം കൊണ്ട് നടത്തേണ്ട പരിഹാരങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കരുതുക. നമുക്കതിനെ തൽക്കാലം കടം എന്ന് വിളിക്കാം. അമർത്തിയ എന്ന വാക്കാണ് ഇതിൽ നമ്മൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കടങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാൻ, ഭൂമിയിൽ വെച്ച് കടങ്ങൾ പൂർണ്ണമായും വീടാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ കടം പരിഹരിക്കാൻ ദൈവം നൽകുന്ന അവസാന അവസരമാണ്, മരണാനന്തരം നൽകുന്ന ഒരു അവസരമാണ് ഈ ശുദ്ധീകരണ അനുഭവം. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലാതെ ശിക്ഷയൊന്നുമല്ല. ദൈവത്തിൻ്റെ കരുണ എന്ന വിധത്തിലാണ് ശുദ്ധീകരണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ശിക്ഷ എന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. ഇനി ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും കടങ്ങൾക്കും പൊറുതി ലഭിക്കാൻ എന്താ മാർഗം? പാപങ്ങൾ ക്ഷമിക്കപ്പെടുക, അഥവാ നമുക്കതിനെ ഇങ്ങനെ ചിന്തിക്കാം. ഏതൊരു പാപത്തിനും രണ്ട് ശിക്ഷകളാണുള്ളത്, അല്ലെങ്കിൽ ശിക്ഷയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് നിത്യശിക്ഷ അഥവാ നരകശിക്ഷ, രണ്ടാമത്തേത് കാലിക ശിക്ഷ, കാലത്തിനടുത്ത സമയത്തിനടുത്ത ശിക്ഷ. കാലത്തിനടുത്ത സമയത്തിനടുത്ത ശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിത ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏതൊരു പാപത്തിനും കുമ്പസാരത്തിലൂടെ പാപപ്പൊറുതി കിട്ടിയതിന് ശേഷം ജീവിതം കൊണ്ട് നടത്തേണ്ട പരിഹാരം, അതിനെയാണ് നമ്മൾ ഈ കടം എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ പാപത്തിൻ്റെ കടം എന്ന വാക്കുകൊണ്ട് അഥവാ കാലിക ശിക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ഞാനൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്കത് ശ്രമിക്കാം. അതായത് ഞാനൊരു വ്യക്തിയെ ദ്രോഹിച്ചു എന്ന് കരുതുക. ഉദാഹരണത്തിന് എൻ്റെ അയൽവാസിയോട് എനിക്ക് ശത്രുതയുണ്ട്. അയാൾ എവിടെയോ പോയ സമയത്ത് ആരും അറിയാതെ അദ്ദേഹത്തിൻ്റെ ചെടിത്തോട്ടം മുഴുവൻ ഞാൻ നശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജനലും വാതിലും ഒക്കെ കല്ലെറിഞ്ഞ് ആ ജനൽ ചില്ലുകളൊക്കെ തകർത്തു. അങ്ങനെ ഒരുപാട് നാശനഷ്ടം ആ വ്യക്തിക്ക് വരുത്തി വെച്ചു. ഞാനാണത് ചെയ്തത് എന്നതിന് യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരുപാട് മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി, ഒപ്പം ഒത്തിരി നാശനഷ്ടത്തിലൂടെയും കടന്നുപോയി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞ് ഞാനൊരു ധ്യാനത്തിലൊക്കെ കൂടി എനിക്ക് ശരിക്കും അനുതാപവും പശ്ചാത്താപവും ഉണ്ടായി. ചെയ്തു പോയി തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആത്മാർത്ഥമായി അനുതപിച്ച് കുമ്പസാരിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കും. ഞാൻ ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിക്കും. ദൈവം കരുണാമയനാണ്. അനുതപിച്ച് ഏറ്റുപറഞ്ഞാൽ ദൈവം പാപം ക്ഷമിക്കും. അതോടെ എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ വരുത്തി വെച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കുക എന്ന ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്. അത് നേരിട്ട് ചെന്ന് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ച് സാമ്പത്തികമായി ഉണ്ടാകിയ നഷ്ടങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പരിഹരിക്കുക. പക്ഷെ എത്ര ശ്രമിച്ചാലും പൂർണ്ണമായി പരിഹരിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ അതേ ചെടി അത് രണ്ടാമത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ആ ചെടി നശിച്ചു പോയല്ലോ. അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ അതേ ചില്ല്, അതേ കാര്യങ്ങൾ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഒരുപക്ഷെ പണം കൊടുക്കാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മാത്രമല്ല, നമ്മളിങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അന്ന് ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നതുമുണ്ട്, പരിഹരിക്കാൻ പറ്റാത്തതുമുണ്ട്. പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പരിഹരിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ഒരാളിൽ നിന്ന് കുറെ പണം മോഷ്ടിച്ചു എന്ന് കരുതുക. ഞാൻ പിന്നീട് അനുദപിച്ച് കുമ്പസാരിച്ചാൽ ദൈവം എൻ്റെ പാപം ക്ഷമിക്കും. പക്ഷെ മോഷ്ടിച്ച പണം പലിശ സഹിതം തിരിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം എന്നിലുണ്ട്. അല്ലെങ്കിൽ അതൊരു കടമായി അവശേഷിക്കും. അത് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മിൽ പലരും കുമ്പസാരത്തെക്കുറിച്ച് വിചാരിക്കുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടാണ്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കുമ്പസാരം. അനുദപിച്ച് പാപം സത്യസന്ധമായ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ ദൈവം പാപം ക്ഷമിക്കുന്നുള്ള സത്യമാണ്. പക്ഷേ പാപപ്പൊറുതി കിട്ടിയതിന് ശേഷം, നിത്യശിക്ഷയായ നരകശിക്ഷയിൽ നിന്ന് കുമ്പസാരത്തിലൂടെ മോചനം കിട്ടിയതിന് ശേഷം നമ്മിൽ അവശേഷിക്കുന്ന കടങ്ങൾ, അതായത് ജീവിതം കൊണ്ട് നടത്തേണ്ട പരിഹാരം നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ ഒന്നുകിൽ മരിക്കും മുമ്പ് ഭൂമിയിൽ വെച്ച് പരിഹരിക്കേണ്ടതായി വരും, ഏതെങ്കിലും രീതിയിൽ ദുരന്തങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വരും, അല്ലെങ്കിൽ മരണാനന്തരം ഒരു ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഭൂമിയിൽ വെച്ച് പരിഹരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഭൂമിയിൽ വെച്ച് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഭൂമിയിൽ വെച്ച് പരിഹരിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ്? ഒന്നാമത്തെ മാർഗം ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ വിധത്തിൽ തന്നെ തത്തുല്യമായ പരിഹാരം ചെയ്ത് പരിഹരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഭൂമിയിൽ വെച്ച് പരിഹരിക്കാൻ പറ്റുന്നത് പ്രാർത്ഥനകൾ വഴി, കൂദാശകളുടെ സ്വീകരണം വഴി കടങ്ങളുടെ പൊറുതി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാന വഴിയാണ് ഏറ്റവും അധികം കടങ്ങൾ പരിഹരിക്കപ്പെടുക.
നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഒരു വാചകമാണ് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും. ഏറ്റവും അധികമായി കടങ്ങൾ മോചിക്കപ്പെടുക വിശുദ്ധ കുർബാന വഴിയാണ്. ഇതുപോലെ തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ കടങ്ങൾ പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ രോഗമാകാം, ദാരിദ്ര്യമാകാം, കടബാധ്യതയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളാകാം, ഉപവാസം അനുഷ്ഠിച്ചിട്ടുള്ള സഹനങ്ങളാകാം. എന്തുവാകട്ടെ, ഭൂമിയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സഹനങ്ങൾ നമ്മുടെ കടങ്ങളുടെ പൊറുതിക്ക്, അനേകം കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ. എന്താണ് ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? തിരുസഭ എന്ന എൻ്റെ അമ്മ കർത്താവീശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യത, അതുപോലെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധിയുടെയും യോഗ്യത, ഇതെല്ലാം ചേർത്ത് വെച്ചൊരു ഭണ്ഡാരമുണ്ട്. ഈ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ, കാവൽക്കാരി, അത് തിരുസഭ എന്ന നമ്മുടെ അമ്മയാണ്, തിരുസഭ മാതാവാണ്. ഈ തിരുസഭ മാതാവ് ആ വിശുദ്ധിയുടെ യോഗ്യത തൻ്റെ മക്കൾക്ക് വീതം വെച്ച് തരുന്നു. ഇതാണ് നമ്മളെ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ലളിതമായ ഭാഷയിൽ പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ലളിതമായിട്ട് ഇനിയും പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാൻ നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്തു, ആ ബിസിനസ് തകർന്ന് അനേകം കടബാധ്യത, കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത എനിക്കുണ്ടായെന്ന് കരുതുക. എന്നാൽ എൻ്റെ അപ്പൻ സമ്പാദിച്ച ഒത്തിരി സമ്പത്തുണ്ട്, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ സമ്പാദിച്ച ഒത്തിരി സമ്പത്തുണ്ട്. ഇതാ ഞാൻ ഏറെ സങ്കടത്തോടെ ഭാരത്തോടെ എൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു. ഞാൻ വലിയ കടത്തിലാണ്, എനിക്ക് ഒത്തിരി ബിസിനസ് ചെയ്ത് തകർന്ന് ഞാൻ വലിയ കടബാധ്യതയിലാണെന്ന് സങ്കടം പറയുന്നു. നേരെ എൻ്റെ അമ്മേനെ ആശ്വസിപ്പിച്ചിട്ട് പറയണം, അമ്മ വിഷമിക്കാതിരിക്കും, അപ്പൻ്റെയിലും ചേട്ടന്മാരൊക്കെ സമ്പാദിച്ച് ഇഷ്ടം പോലെ സമ്പത്തുണ്ടല്ലോ, ഞാനത് തരാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് എനിക്ക് തരാണ് എൻ്റെ കടം പരിഹരിക്കാൻ വേണ്ടി. ഇതാണ് ലളിതമായി പറഞ്ഞാൽ ഈ ദണ്ഡവിമോചനം എന്ന് പറയുക. കർത്താവീശോ മിശിഹായുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യത, പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധിയുടെ യോഗ്യത, അതിൽ നിന്ന് ഇതാ നമ്മുടെ പാപങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി തിരുസഭ എന്ന നമ്മുടെ അമ്മ നമുക്കത് വീതം വെച്ച് തരുന്നു. അങ്ങനെ നമുക്ക് തരാൻ വേണ്ടി സഭ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്താലാണ് ദണ്ഡവിമോചനം ലഭിക്കുക എന്നുകൂടെ തിരുസഭ മാതാവ് പറയുന്നുണ്ട്. ദണ്ഡവിമോചനം നേടിയെടുക്കാൻ പൂർണ്ണ ദണ്ഡവിമോചനമെന്നും ഭാഗ്യ ദണ്ഡവിമോചനമെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓരോ ദിവസവും ഓരോ പൂർണ്ണദണ്ഡ വിമോചനം നേടിയെടുക്കാൻ ലളിതമായ ചില മാർഗങ്ങളുണ്ട്. വളരെ ലളിതമായി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. ഒരുപക്ഷെ അത് ആലോചിച്ചുറപ്പിച്ചിട്ടൊന്നും ആകണം, അല്ലെങ്കിൽ ആലോചനയോടെ ആകണം എന്നില്ല പലതും നമ്മൾ ചെയ്യണത്. നമുക്കൊന്ന് ചിന്തിക്കാം എന്തൊക്കെയാണെന്ന്. വളരെ ലളിതമായി പെട്ടെന്ന് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഒരു ജപമാല ഭക്തിയോടെ തീക്ഷ്ണതയോടെ നമ്മൾ ചൊല്ലിയാൽ ഒരു പൂർണ്ണദണ്ഡ വിമോചനം ഒരു ദിവസം നേടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു കരുണയുടെ ജപമാല, കുരിശിന്റെ വഴി പ്രാർത്ഥന, അരമണിക്കൂർ സമയമെങ്കിലും വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിക്കുന്നത്, അരമണിക്കൂർ സമയമെങ്കിലും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് ധ്യാനിക്കുന്നത്, ആരാധിക്കുന്നത്, കാരുണ്യപ്രവർത്തികൾ 14 എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കാരുണ്യപ്രവർത്തി ചെയ്യുന്നത്. ഇതിലൂടെ ഓരോ ദിവസവും ഓരോ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ലളിതമായ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലേതൊരെണ്ണം ചെയ്യുമ്പോഴും അതിന് ഒരു മുന്നോടിയായി ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. അതുപോലെ തന്നെ ദണ്ഡവിമോചനം നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം, ഒരു ഉദ്ദേശം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞവരുടെ ഒരു തൃത്വസ്തുതി നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകണം. ഇത് നിർബന്ധമാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഒരു ജപമാല ചൊല്ലിയാൽ ഒരു പൂർണ്ണദണ്ഡ വിമോചനം, ഒരു കരുണക്കൊന്ത ചൊല്ലിയാൽ ഒരു പൂർണ്ണദണ്ഡ വിമോചനം, ഒരു അരമണിക്കൂർ സമയമെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് ആരാധിച്ചാൽ, അരമണിക്കൂർ സമയമെങ്കിലും വചനം വായിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, അതുപോലെ തന്നെ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തിയാൽ, കാരുണ്യപ്രവർത്തികൾ ഏതെങ്കിലും ഒരെണ്ണം, 14 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചെയ്താൽ ഓരോ പൂർണ്ണദണ്ഡ വിമോചനം ഓരോ ദിവസവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എത്രയോ ലളിതമായ കാര്യങ്ങളാണ് തിരുസഭ നമ്മുടെ മുൻപിൽ ദണ്ഡവിമോചനം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അന്ത്യങ്ങൾ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. മരണം, വിധി, സ്വർഗം, നരകം. അതോടൊപ്പം തന്നെ ശുദ്ധീകരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പൂർത്തിയാകാൻ നമ്മളെ സഹായിക്കുന്ന ദണ്ഡവിമോചനങ്ങളും. ഇതൊക്കെ നമ്മൾ ഇതുവരെ ഇവിടെ പറഞ്ഞതും കേട്ടതും ധ്യാനിച്ചതും അതിൻ്റെ ലക്ഷ്യം ആരംഭത്തിൽ ആവർത്തിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കുക. എല്ലാ വിശുദ്ധരും സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കുക. എന്തുമേതും
ഏതൊരു കാര്യം ഞാൻ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എൻ്റെ ചിന്ത ഇതെന്നെ സ്വർഗത്തിൽ പോകാൻ സഹായിക്കും. ആ ചിന്തയില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ എത്രയോ വലിയ വിഡ്ഢികളാണ് നമ്മൾ. കാരണം ഈ ഭൂമിയിലെ ജീവിതം നിസ്സാരമാണ്. 50, 60, 70, പരമാവധി 100, അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ സാധ്യതയില്ല. എന്നാൽ നിത്യമായി നീളുന്നൊരു ജീവിതം നമ്മളെ കാത്തു നിൽക്കുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന വിധത്തിലാണോ എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ജീവിത രീതികൾ എന്ന് ഓരോ നിമിഷവും നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയമാക്കണം. സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിക്കുക. സകല വിശുദ്ധരും അങ്ങനെയായിരുന്നു. സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിച്ചവരായിരുന്നു വിശുദ്ധരെല്ലാം തന്നെ. നമ്മുടെ തൊട്ടടുത്ത വിശുദ്ധ എവുപ്രാസ്യാമ എപ്പോഴും പറയുന്ന, സ്ഥിരം പറയാറുള്ള ഒരു വാചകമാണ്, മരിച്ചാലും മറക്കില്ല. മരിച്ചാലും മറക്കില്ല എന്ന് പറയാൻ പറ്റണമെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ. ഇതുപോലെ തന്നെ വിയാനി പുണ്യവാളൻ, അദ്ദേഹം ഒരു ഇടയച്ചെറുക്കനോട് പറയുന്നുണ്ട്, ആദ്യമായിട്ട് ആർസിലേക്ക് പോകുമ്പോൾ, നീ ആർസ് ദേവാലയം എന്നെ കാണിച്ചു തരികയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി, ആർസിലേക്കുള്ള ദേവാലയത്തിലേക്കുള്ള വഴി നീ എന്നെ കാണിച്ചു തരികയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ സ്വർഗം അദ്ദേഹം കൺമുൻപിൽ എപ്പോഴും കണ്ടു ജീവിക്കുകയായിരുന്നു. അതുപോലെ വിശുദ്ധ ചാവറ പിതാവ്, അദ്ദേഹത്തിന് മെത്രാനാകാനുള്ള ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് മെത്രാനൊന്നും ആകണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. സ്വർഗ രാജ്യം കൺമുൻപിൽ കണ്ടു ജീവിക്കുന്ന വിശുദ്ധാത്മാവ്.